ഇന്നും കോളേജിലോട്ടും സ്കൂളിലോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് വേണം. അപ്പോൾ ഇതൊരു സ്വീറ്റ് റിക്വസ്റ്റ് ആയിരുന്നു. ചേച്ചി, എനിക്ക് കോളേജിലോട്ട് എന്നും ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുടിയൊക്കെ ഒതുക്കി വെക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ചാടി മുഖത്തോട്ട് വന്ന് എല്ലാമായിട്ടും മിക്സ് ആവും. ഏതൊരു മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഈവൻ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസിങ്. സോ നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫോറെവർ ഡെയിലി ഫോറെവർ 52 അങ്ങനെ എന്തോ ആണ് ആ ബ്രാൻഡ്. ആൻഡ് ഈ ബ്രാൻഡിൽ ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ അങ്ങോട്ട് നോക്കി മേക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ണാടി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുക. നീ ചടപടയെന്ന് പോകണമെന്നാണെങ്കിൽ നിങ്ങൾ വേഗം പരിപാടി തുടങ്ങിക്കോ. അല്ലാതെ നമ്മളൊരു 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. മോയ്സ്ചറൈസറൊക്കെ ഒന്ന് അബ്സോർബായി, നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് പ്ലംബിയായി, സ്കിന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ആവാനുള്ള സമയം കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ കളർ കറക്റ്റിംഗ് ആണ്. ഇത് ഞാൻ പറയാം ഓപ്ഷണൽ ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം നല്ല ഡാർക്ക് സ്പോട്ടും, ഇപ്പം സ്കൂളിലും കോളേജിലൊക്കെ പോകാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പഠിത്തം, രാത്രിയിൽ തോർക്കം കളയിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതൊക്കെ മറച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാലറ്റ് ആണ് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഈ ഒരു കളർ കറക്റ്റിംഗ് പാലറ്റ്. അത് മാത്രമല്ല, ഇതിൽ ഈ ഓറഞ്ച് കളർ കറക്റ്ററാണ് നമുക്ക് വേണ്ടത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ച് കളർ കറക്റ്ററിൽ നിന്ന് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ പതിയെ നമ്മുടെ ഡാർക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ അണ്ടർ ഐ ഡാർക്ക്നെസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി, വളരെ കുറച്ച് പ്രൊഡക്റ്റ് മതി കേട്ടോ. ഒരു രീതിയിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാവില്ല, ഒരു രീതിയിലുള്ള കട്ടിക്ക് ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. ഭയങ്കര സോഫ്റ്റ് ആൻഡ് നാച്ചുറൽ ആൻഡ് ഈസി ബ്ലെൻഡിങ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പൊ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഡാർക്ക് സ്പോട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഡാർക്ക് സ്പോട്ട് ആണ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. റെഡ് കളറിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒന്നും ഇത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. സോ നമ്മൾ അങ്ങനെ നമ്മുടെ കളർ കറക്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞു. കളർ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പാണ് കൺസീൽ ചെയ്യുക. അപ്പൊ കൺസീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം ഷെയ്ഡിലുള്ള കൺസീലർ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് മേടിക്കുക. ഒരിക്കലും ഓൺലൈൻ വഴിയുള്ള കൺസീലേഴ്സ് മേടിച്ച് യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങളിനി ഓൺലൈൻ വഴി മേടിച്ച് ഇപ്പം നിങ്ങളുടെ കൺസീലർ ശരിയാണെന്നില്ലെങ്കിൽ ഞാൻ അതിനൊരു ടെക്നിക്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ ഷോർട്സിൽ. ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. കൺസീലർ ഹാക്കറിന് എന്തോടെ പേരിട്ടങ്ങനെ. അപ്പം നിങ്ങൾ അത് അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെയിം ഷെയ്ഡിലുള്ള കൺസീലർ യൂസ് ചെയ്യുക. എൻ്റെ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്മിയുടെ സിന്നമൺ 30 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് എൻ്റെ വന്നിട്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സെയിം ഷെയ്ഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ കളർ കറക്റ്റ് ചെയ്ത് ആ ഭാഗത്തൊക്കെ കൺസീൽ ചെയ്യണം. അല്ലാതെ ചെറിയ ഡാർക്ക് സ്പോട്ടിലൊക്കെ നമുക്ക് കൺസീൽ ചെയ്യാം. കളർ കറക്റ്റ് ചെയ്യാതെയും കൺസീൽ ചെയ്യാൻ പറ്റും. ദേ ഇവിടെ ഒരു സ്പോട്ട് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു സ്പോട്ട് ഇട്ട് കൊടുക്കുക, ഇതേപോലെ ഇവിടെ ഇങ്ങനെ തന്നെ 2 സ്പോട്ട് ഇട്ട് കൊടുക്കുക. സ്പോട്ടാണോ ഡോട്ടാണോ എന്തെങ്കിലും മനസ്സിലായല്ലോ ചെയ്യുക. അതിനുശേഷം ഇവിടെയും 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 ഇവിടെ ഇങ്ങനെ ഒരെണ്ണിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഡാർക്ക് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ, പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, അതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. കൺസീലർ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് വേറെ വഴിക്ക് പോകരുത്. ചായ കുടിക്കാനും ഫ്രണ്ട്സിനെ വിളിക്കാനും ഒന്നും പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കൺസീലർ അവിടെ സെറ്റായിട്ടിരിക്കും. കൺസീലർ കുറച്ച് കൺസിസ്റ്റൻസി കൂടിയ സാധനമാണ്, അതുകൊണ്ട് അവിടെ വേഗം സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ വർത്താനം പറയാതെ നേരെ ബ്ലെൻഡിലായിട്ട് കിടക്കട്ടെ. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിച്ച് ബ്ലെൻഡ് ചെയ്യേണ്ട, അവിടെ വെച്ച് തന്നെ ഡാബ് ചെയ്താൽ മതി. അവിടെ വെച്ച് തന്നെ ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് 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 ഡാബ്. ഈ ഉറക്ക വർത്താനം പറയുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശബ്ദം ഇങ്ങനെ കരകരപ്പനാവുന്നുണ്ട് കേട്ടോ. ഡാബ് 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 ഡാബ്. ഓക്കെ, മാജിക് പോയി. ഇനി ഇവിടെ നമ്മൾ സെയിം പ്രോസസ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോണത് ഐബ്രോസ് ആണ്. ഐബ്രോസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫേഷ്യൽ ഫീച്ചറിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഐബ്രോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐബ്രോസ് നല്ല
വൃത്തിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഒരിക്കലും പിള്ളേർക്ക് എഴുതി കൊടുക്കുന്ന കണക്ക് കൺമഷി എഴുതുന്ന പോലെ ഇവിടെ തൊട്ട് ഇങ്ങേയറ്റം വരെ കറുപ്പിച്ച് വെക്കരുത്, നല്ല ബോറായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഐബ്രോ പാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഐബ്രോ പാലറ്റ് ഇല്ല, ഒരു ഡാർക്ക് കളർ, ഒരു ബ്ലാക്ക് കളർ, ഒരു ഐബ്രോ പെൻസിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം, ആദ്യം ഐബ്രോ പെൻസിൽ എടുക്കണം. അതിന് ഇതിപ്പോൾ ഐബ്രോ പെൻസിലാന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ മാത്രം ഇങ്ങനെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക, ഇതേപോലെ ഈ ബാക്ക് സൈഡിൽ മാത്രം ഇതേപോലെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മേളിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മളൊരു ഷേപ്പ് മാത്രം ഉദ്ദേശിക്കണുള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിക്കണില്ല. ഈ സൈഡിലായിട്ട് ബ്ലാക്ക് കൊണ്ടുവരാനേ പാടില്ല, ഇവിടെ വെച്ച് തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്പൂലി പോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ചീകി കൊടുത്താൽ മതി. സെറ്റ്, ഐബ്രോ സെറ്റ്. ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് പെൻസിലാണുള്ളതെങ്കിൽ. അല്ല നിങ്ങളുടെ കയ്യിൽ ഈ പാലറ്റ് ഫുൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ഐബ്രോ സെക്ഷൻ ഞാൻ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഐബ്രോസ്. ഇനി നിങ്ങൾ ഐബ്രോസിലേക്ക് ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്രഷ് ഒന്നും ഇല്ല കൺസീലർ അപ്ലൈ ചെയ്യാമെങ്കിൽ ബ്രഷ് വേണ്ട, കൈ വെച്ചിട്ട് കൺസീലർ ബ്ലെൻഡ് ചെയ്യാം ഈസിലി. സോ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അടുത്തത് ഞാൻ എടുക്കുന്നത്, നിങ്ങൾക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്ലഷ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ബ്ലഷ് പാലറ്റ് എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 റുപ്പീസിന് താഴെ കണ്ടേ വരുന്നുള്ളൂ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഷെയ്ഡ് വന്നിട്ട് ഡസ്റ്റി റോസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം കൈയുടെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഞാൻ എന്താ കവിളത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ബാക്കിലത്തെ റിമൈനിങ് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ ഇപ്പുറത്തെ കവിളത്തും കൊടുക്കാണ് കേട്ടോ. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മൂക്കൊക്കെ ചുവന്നിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മൂക്കിലൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ബ്ലഷിന്റെ ആപ്ലിക്കേഷന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും, ഓ ബ്ലഷ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതേപോലെ ഒരു പൗഡർ, അത് ഇപ്പം ഞാൻ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ടാപ്പാൻ പൗഡർ ഉണ്ടാവുമല്ലോ, നമ്മുടെ കുട്ടിക്കൂറയും യാർഡിലേക്ക് ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. ഇതേപോലെ ഒരു പൗഡർ എടുക്കാം. പൗഡർ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ ഫേസും പൗഡറിൽ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ ഒരു ബ്രഷ് എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ബ്രഷ് എടുത്തിട്ട് പതിയെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ പോരുത്, എനിക്ക് നല്ല അലർജി ഉള്ളതാണ്. എന്നിട്ട് ഞാൻ ഫുൾ ഫേസും പൗഡർ ഇട്ട് സെറ്റ് ചെയ്യണം. തീർന്നു, പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടി തീർന്നു. ഇനി നമ്മൾ പൗഡർ എടുക്കുന്നില്ല. അപ്പം നമ്മുടെ പൗഡർ ചാടിപ്പോയനെ അപ്പം പൗഡർ സെറ്റിങ്ങും തീർന്നു കഴിഞ്ഞു. ഇനിയുള്ള സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. അതായത് നിങ്ങൾക്ക് ഒരു ഐഷാഡോ ലുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഐഷാഡോ വേണം, പക്ഷെ മിനിമൽ ആയിരിക്കണം. അങ്ങനെയൊക്കെ വേണ്ടവർക്ക് പാലറ്റ് മേടിക്കാം. ഐഷാഡോ പാലറ്റ് മേടിക്കുമ്പോൾ ഒരു ചെറിയ ഐഷാഡോ പാലറ്റ് നോക്കുക. അപ്പം അതിൽ നിങ്ങൾ വേണ്ട കളേഴ്സ് എന്ന് പറയുന്നത് ഇത് കേട്ടോ, ഇങ്ങനത്തെ കളേഴ്സാണ് നിങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത്. ഒരു മിനിമൽ ലുക്ക് വേണ്ടവരൊക്കെ സെലക്ട് ചെയ്യേണ്ട കളേഴ്സാണിത്. അല്ലാതെ ഒരു ഓറഞ്ച്, പച്ച, മഞ്ഞ അത് അങ്ങനെയുള്ള പാലറ്റ് ഒന്നും മേടിക്കണ്ട. ഇതേ കണക്ക് ഒരു എന്താ പറയുക, ഒരു ബ്രൗണിൻ്റെയും അല്ലെങ്കിൽ ഒരു ചെങ്കൽ കളറിൻ്റെയൊക്കെ ഷെയ്ഡ് വരുന്ന കളേഴ്സ് സെലക്ട് ചെയ്താൽ മതി. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ സ്റ്റെപ്പാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം ഞാൻ എന്താ ഈ ചെങ്കലിൻ്റെ കളർ ഉണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്ലൈ ചെയ്തു, മേളിൽ ഇച്ചിരി അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. മേളിൽ ഞാൻ ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നിന്നൊരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് ഉണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ഒരിക്കലും ഈ ഐഷാഡോ ലുക്ക് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഐഷാഡോ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നടുക്ക് മാത്രം കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുക, ഇവിടെ നടുക്ക് മാത്രം കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുക. എനിക്കറിയാം സ്കൂളിലും കോളേജിലും ഒന്നും പോകുമ്പോൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഓരോ കോഴ്സ് ഓരോ രീതിയിലാണല്ലോ. ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്തു പോകുന്ന കോഴ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും പോരാ, എനിക്ക് ഇനിയും ഐഷാഡോ ചെയ്യണം, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച ലുക്ക് എന്നാണെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തതിന് ശേഷം ഔട്ടർ കോർണറിൽ മാത്രം കുറച്ച് ഇതേ കണക്ക് തൊട്ടില്ലാന്നും പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്താ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. തീർന്നു.
ഇതേ സെയിം പ്രോസസ് ഇപ്പുറത്തെ കണ്ണിലും ചെയ്യാം. നമ്മുടെ ഐലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പരിപാടി തീർന്നു. ഇത്രയൊക്കെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ. ഇതിൽ കൂടുതലൊന്നും ഒരുപാട് ഐഷാഡോ ലുക്കിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു, സത്യം പറയാലോ. ഞാൻ +2 വരെ ഒന്നും എനിക്ക് +2 അല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് ഡിഗ്രി കോഴ്സിലൊന്നും പോയപ്പോൾ ഞാൻ ആകെ ഐലൈനർ മാത്രം അപ്ലൈ ചെയ്ത് ലിപ്സ്റ്റിക്ക് ചിലപ്പോൾ ഇടും, അങ്ങനെയായിരുന്നു. ഐഷാഡോ വേണ്ട, ഞങ്ങളുടെ സ്കൂളിൽ ഇത് അനുവദിക്കില്ല. വേണ്ട, ഐഷാഡോ വേണ്ട, സ്റ്റോപ്പ്, നിർത്തിക്കോ. ഐഷാഡോ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അത് വിട്ടേരെ. അവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് പൗഡർ സെറ്റ് ചെയ്തിട്ട് അതവിടെ വിട്ടതിന് ശേഷം ഈ സ്റ്റെപ്പ് മസ്റ്റ്, മസ്കാര. കാരണം കണ്ണില് മസ്കാര നിർബന്ധമാണ്. മസ്കാര ഇടുമ്പോഴേ കണ്ണിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഒരു ഐക്കോണിക് വോളിയം മസ്കാര ആണ് കേട്ടോ. നോക്ക്, ഡിഫറൻസ് നോക്ക്, അതായത് നല്ല ഡിഫറൻസ് ഉണ്ടാവും. എൻ്റെ ആണെങ്കിൽ ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതുമാണേ, പക്ഷെ എനിക്ക് മസ്കാര ഇടുമ്പോഴാണ് അതിനൊരു ആശ്വാസം കിട്ടാറ്. അപ്പം നിങ്ങൾ എന്തായാലും മസ്കാര അപ്ലൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ കോളേജിലോ അനുവദിക്കുന്ന ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോവാം. അങ്ങനെ നമ്മുടെ ഫുൾ മേക്കപ്പ് ലുക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഈ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കണ്ട. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ മേക്കപ്പ് ലുക്ക് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ കണക്ക് കൺസീലർ, പൗഡർ സെറ്റിംഗ്, ബ്ലഷും ഐബ്രോയും ഈ മസ്കാരയും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ലിപ്സ്റ്റിക്ക് പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് ലിപ് ഗ്ലോസ് ഒക്കെ വെച്ച് ചെയ്യാം. പക്ഷെ ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താലാണ് നിങ്ങളുടെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്ത് കുറച്ച് മേക്കപ്പ് ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മേക്കപ്പ് ഉണ്ടെന്ന് തോന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. അതായത് ഞാൻ വളരെ എളുപ്പത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങളെ പഠിപ്പിച്ച രീതി ഇഷ്ടപ്പെട്ടോ, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടത് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.